ഡാൻസ് സിനിമകളായിട്ടുള്ള ABCD സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ള റെമോ ഡിസൂസയുടെ ഏറ്റവും പുതിയ സംവിധാന സംരംഭമായ ബി ഹാപ്പി അങ്ങേയറ്റം ജനറിക് ആയിട്ടുള്ള ഡാൻസ് മോട്ടിവേഷൻ പടമാണ്. ആമസോൺ പ്രൈം വീഡിയോ ഒറിജിനൽ സിനിമയായിട്ട് വന്നിട്ടുള്ള ഈ പടം റെമോയുടെ തന്നെ ABCD ഫ്രാഞ്ചൈസിലെ എടുക്കാതെ ഒഴിവാക്കിയ കഥ വെച്ച് ഒരു സിനിമ ഉണ്ടാക്കിയതുപോലെ ഉണ്ട്. കണ്ടുമടുത്ത ടെംപ്ലേറ്റും ആർക്കും ഊഹിക്കാവുന്ന ക്ലീഷകൾ നിറഞ്ഞ കഥയുമുള്ള ഈ സിനിമ അഭിഷേക് ബച്ചൻ, ഇനായത്ത് വർമ്മ എന്ന കോമ്പിനേഷനോട് അനീതി കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനുരാഗ് ബസു സംവിധാനം ചെയ്ത ലൂഡോ എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടതായ ഒരു ജോഡിയായിരുന്നു ഇരുവരും. ഭാര്യ മരണപ്പെട്ട ഒരേ ഒരു മകളുള്ള ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശിവ് രസ്തോഗിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം. അദ്ദേഹവും മകൾ ധാരയും ധാരയുടെ അപ്പൂപ്പനായിട്ടുള്ള മിസ്റ്റർ നാടാരോടൊപ്പം ഊട്ടിയിലാണ് താമസം. ഡാൻസ് കളിക്കാൻ അതിയായ താല്പര്യമുള്ള ധാരയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും ഒടുക്കം ശിവ് ധാരയോടൊപ്പം മുംബൈയിലേക്ക് താമസം മാറാൻ സമ്മതിക്കുന്നു. കോമ്പറ്റീഷനിൽ എത്തിയതിനു ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ബി ഹാപ്പി എന്ന ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ പടത്തിൽ ഒരു സീനുണ്ട്. അതായത് തനിക്കിനി ഈ കോമ്പറ്റീഷനിൽ മുന്നോട്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതിവിടെ വെച്ച് നിർത്താം എന്ന് ധാര അച്ഛനോട് പറയുന്ന സീനാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഒരു സീനിനെ അങ്ങേയറ്റം പക്വതയോടെയാണ് ബാലതാരമായിട്ടുള്ള ഇനായത്ത് വർമ്മ അവതരിപ്പിച്ചിട്ടുള്ളത്. പടം മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിന്ന ഒരേ ഒരു സീൻ ഒരുപക്ഷെ ഇതാണ്. ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ടുമടുത്ത സിനിമകളുടെ പുനരാവിഷ്കരണം മാത്രമായിരുന്നു. ഞാൻ ഈ സീനിനെ കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനായത്ത് വർമ്മയെ പോലെ ഒരു താരത്തെ ഈ സിനിമ അർഹിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോയി സിനിമ കണ്ടപ്പോൾ. തൻ്റെ കഥാപാത്രത്തെ സ്ക്രീനിൽ ആളുകൾക്ക് സെൻസിബിൾ ആയിട്ട് തോന്നണമെന്ന് ഉറപ്പുവരുത്താൻ ആ കുട്ടിയെടുത്ത എഫേർട്ടിൻ്റെ പകുതി ഈ സിനിമ എഴുതാൻ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ബി ഹാപ്പി നമ്മളെ ഒരിത്തിരിയെങ്കിലും ഹാപ്പി ആക്കിയേനെ. പടത്തിൻ്റെ കഥ സംവിധായകനായിട്ടുള്ള റെമോ ഡിസൂസയുടെ ക്രെഡിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പടത്തിന് അടിസ്ഥാനപരമായി ഇല്ലാത്തതും നല്ലൊരു കഥയാണ്. പ്രധാന കഥാപാത്രത്തിന്റെ യാത്ര കാണുന്ന ഓഡിയൻസിന് മെമ്മറബിൾ ആകാൻ വേണ്ട ഒരു അധ്വാനവും സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്കൂളിൽ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടി എന്ന സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ഡാൻസർ എന്നതിലേക്കുള്ള ധാരയുടെ യാത്ര ഒരു ഉഴപ്പം മട്ടിലാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ധാരയുടെ വളർച്ച കാണിക്കുന്ന സ്പീഡ് കണ്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും കഥയിൽ എന്തോ ഒരു സാധനം വരാൻ പോകുന്നുണ്ടെന്ന്. ആ സംഗതി വരുമ്പോൾ അതും ക്ലീഷേ ഐറ്റമാണ്. ആദ്യമായിട്ട് സിനിമ കാണുന്ന ആളുകൾക്ക് മാത്രം മോട്ടിവേഷൻ കിട്ടാൻ പാകത്തിലുള്ള കുറേ ടെംപ്ലേറ്റ് പ്രചോദന ഡയലോഗുകൾ റെമോ ഡിസൂസ ആ ഭാഗങ്ങളിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഡാൻസ് സീക്വൻസുകളാണ് റെമോ ഡിസൂസ സിനിമകളുടെ ഒരു പ്രത്യേകത. മറ്റു സിനിമകളിൽ എന്ന പോലെ തന്നെ ഇവിടെയും സിനിമയുടെ കുറവുകൾ നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഡാൻസ് നമ്പറുകൾ കുത്തി നിറച്ചിട്ടുള്ളത്. അഭിഷേക് ബച്ചനും ഇനായത്ത് വർമ്മയും നല്ല അഭിനേതാക്കളാണ്. അഭിഷേക് ബച്ചന് ഭാഗ്യവശാൽ ഡാൻസറായി ഈ സിനിമയിൽ അഭിനയിക്കേണ്ടി വരുന്നില്ല. അന്തർമുഖനായ സ്വല്പം ദേഷ്യമുള്ള കഥാപാത്രമായതുകൊണ്ട് കാര്യമായി ഡാൻസ് കളിക്കേണ്ടി വരുന്നില്ല. പക്ഷേ ഇനായത്ത് വർമ്മയുള്ള ഡാൻസ് സീക്വൻസുകളിൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചത് വളരെ വ്യക്തമായി മനസ്സിലാകും. വൈഡ് ഷോട്ട് ഉപയോഗിക്കുന്ന സിനിമാറ്റോഗ്രാഫറും എഡിറ്ററുമാണ് സത്യം പറഞ്ഞാൽ ഇനായത്തിന് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കുന്നത്. ഒരാവേശവും ഊർജ്ജവും ഇല്ലാത്ത തരം ഡാൻസ് നമ്പറുകളായിരുന്നു ഈ പടത്തിലുള്ളത്. പാട്ടുകളുടെ പ്ലേസ്മെന്റ് ഭയങ്കരമായിട്ട് പഴഞ്ചനായി തോന്നി. ധാരയുടെ അച്ഛൻ കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ അഭിഷേക് ബച്ചൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ചില രംഗങ്ങൾക്ക് വേണ്ടി കുറച്ചധികം അണിഞ്ഞൊരുങ്ങണം എന്നല്ലാതെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി അഭിഷേക് ബച്ചന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നു എന്ന് കാണുമ്പോൾ തോന്നുന്നില്ല. പ്രായത്തിനേക്കാൾ സ്വല്പം പക്വതയുള്ള ധാരയായിട്ട് വന്നിട്ടുള്ള ഇനായത്ത് വർമ്മ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തിൽ ആത്മാർത്ഥത ഇല്ലാത്ത ഈ സിനിമ ഇനായത്തിനെ പോലെ ഒരു പെർഫോമറെ അർഹിക്കുന്നില്ല. തമിഴ് സംസാരിക്കുന്ന മുത്തശ്ശൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് നടൻ നാസറാണ്. നോറ ഫത്തേഹി അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം അഭിഷേക് ബച്ചന്റെ പേരായിട്ടാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അഭിനയ മികവ് കൊണ്ടാണോ എന്നറിയില്ല, പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് ആംഗിള് റെമോ ഡിസൂസ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ല. ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള തരം പ്ലോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഡാൻസ് സിനിമകളാണ് റെമോ ഡിസൂസ സംവിധാനം ചെയ്തിട്ടുള്ള അധികം പടങ്ങളും. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ബി ഹാപ്പിയും അതേ സോണിലുള്ള പടമാണ്. ബാക്കിയുള്ള സിനിമകളിൽ ഡാൻസ് പെർഫോമൻസ് കാരണം ഡാൻസ് ഇന്ത്യ ഡാൻസിന്റെ എപ്പിസോഡാണെന്ന് വിചാരിച്ചെങ്കിലും കണ്ടിരിക്കാമായിരുന്നു. സെന്റിമെന്റ്സ് കുത്തി നിറച്ചിട്ടുള്ള ബി ഹാപ്പി പക്ഷേ അങ്ങനെ പോലും കാണാനുള്ള വകുപ്പില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്